ശരണം അമ്മേ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്രീ മഹാലക്ഷ്മീ നമഃ. മഹാദേവ്യേ നമഃ. ദുർഗാപരമേശ്വരീ നമഃ. മഹാസരസ്വത്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം ദ്വിതീയ അധ്യായമാണ് ഇന്നു മുതൽ തുടങ്ങുന്നത്. കഴിഞ്ഞ പ്രഥമ അധ്യായത്തിൽ നമ്മൾ പഞ്ചപ്രകൃതികളുടെ പേരും അവരാരൊക്കെയാണ്, ആ ദേവിമാരുടെ വിശേഷം, അവരെ പൂജിച്ചാൽ ഭജിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, ആ പഞ്ചപ്രകൃതി ദേവിമാരായിരിക്കുന്നതായിട്ടുള്ള 5 പേരെയും, അതായത് ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി എന്നിവരുടെ അംശാവതാരങ്ങളും കലാവതാരങ്ങളും പിന്നെ ബാക്കിയുള്ള മറ്റു പല ദേവിയുടെ അവതാരങ്ങളെക്കുറിച്ചുമെല്ലാം അവിടെ ദീർഘമായിട്ട് നാരായണ ഋഷി പറഞ്ഞതിന് ശേഷം ഇനി എന്താണ് അറിയാൻ ആഗ്രഹം എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യത്തെ അധ്യായം അവിടെ പരിസമാപിച്ചു. അപ്പോഴാണ് അടുത്ത അധ്യായത്തിൽ നാരദരുടെ ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. സമാസേന ശ്രുതം സർവം ദേവീനാം ചരിതം പ്രഭോ വിബോധനായ ബോധസ്യ വ്യാസേന വക്തുമർഹസി. ദേവിമാരുടെ ചരിത്രം ഞാൻ പൂർണ്ണമായി കേട്ടു. അങ്ങയിൽ നിന്ന് എൻ്റെ അറിവിനെ വളർത്തുന്നതിന് സഹായമായ വിധത്തിൽ അത് കുറച്ചും കൂടി വിസ്തരിച്ച് പറഞ്ഞു തരണം. സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആ ദേവി സൃഷ്ടികാലത്ത് എങ്ങനെ ആവിർഭവിച്ചു, എങ്ങനെ 5 രൂപത്തിലായി തീർന്നു എന്നുള്ളതിനെ എനിക്ക് വിസ്തരിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ത്രിഗുണാത്മികയായ ആ ദേവിയുടെ കലാംശമായി ജനിച്ചവരുടെ ചരിതവും എനിക്കിപ്പോൾ വിസ്തരിച്ച് കേൾക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് ചുരുക്കിയാണ് പറഞ്ഞു പോയത്. അതിനെ വിസ്തരിച്ച് കേൾക്കണമെന്ന ആഗ്രഹമുണ്ട്. അവരുടെ ജന്മവും പൂജ ധ്യാന ക്രമങ്ങളും അവരെ സ്തുതിക്കേണ്ടതായ സ്തോത്രങ്ങളും കവചവും എല്ലാം എനിക്ക് വേണ്ടതുമാതിരി പറഞ്ഞു തരണേ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി രണ്ടാമത്തെ അധ്യായം തുടങ്ങണു. നാരദൻ്റെ പ്രാർത്ഥന കേട്ട നാരായണ ഋഷി പറയാൻ തുടങ്ങുകയാണ്. നിത്യ ആത്മാനഭോ നിത്യം കാലോ നിത്യോ ദിശോ യഥാ വിശ്വാനാം ഗോളകം നിത്യം നിത്യോ ഗോലോകയേവജ. ആത്മാവ്, നഭസ്, കാലം, ദിക്ക് എന്നിവ നിത്യങ്ങളാണ്. അതുപോലെ വിശ്വഗോളവും നിത്യമാണ്, ഗോലോകവും നിത്യം തന്നെയാണ്. ഗോലോകത്തിൻ്റെ താഴെയുള്ള ഒരു ഭാഗമാണ് വൈകുണ്ഠം. അതിനാൽ ആ വൈകുണ്ഠവും നിത്യമാണ്. അതുപോലെ ബ്രഹ്മലീലയായ പ്രകൃതിയും നിത്യയും സനാതനിയും ആണ്. അഗ്നിക്ക് ചൂട്, ചന്ദ്രന് ശോഭ, ആദിത്യന് പ്രഭ മുതലായിട്ടുള്ള ആ ഗുണങ്ങളെ എങ്ങനെ അഭിന്നമായിരിക്കുന്നുവോ, അതായത് അതിൽ നിന്നും വേർപെടാതെ കണ്ടിരിക്കുന്നുവോ, അതുപോലെ പ്രകൃതിയും ആത്മാവും അഭിന്നമാണ്. സ്വർണ്ണപ്പണിക്കാരന് സ്വർണമില്ലാതെ കുണ്ടലമുണ്ടാക്കാൻ കഴിയുകയില്ല, മണ്ണില്ലാതെ കുടമുണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ ആ പ്രകൃതിയെ കൂടാതെ പരമാത്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ശക്തനല്ല. സർവശക്തി സ്വരൂപിണിയായ ആ പ്രകൃതിയോട് ചേർന്നിട്ടാണ് പരമാത്മാവ് സദാ ശക്തനായിട്ട് ഭവിക്കുന്നത്. ഐശ്വര്യവാചിയായിട്ടുള്ള ശബ്ദമാണ് ശ. കൃതി എന്നുള്ളത് പരാക്രമത്തെയും കാണിക്കണു. ഈ ഐശ്വര്യ പരാക്രമങ്ങൾ പ്രദാനം ചെയ്യുന്നവളും അത് സ്വരൂപമായിരിക്കുന്നവളും ആരാണോ അവളെയാണ് ശക്തി എന്ന് പറയപ്പെടുന്നത്.
എന്ന് പറഞ്ഞാൽ ഐശ്വര്യവും പരാക്രമവും. ഇത് രണ്ടും ആരിലാണോ ഉള്ളത് ആ ദേവിയെ ശക്തി എന്ന് പറയുന്നു. ജ്ഞാനം, സമൃദ്ധി, സമ്പത്ത്, യശസ്, ബലം, ഇതാണ് ഭഗങ്ങൾ എന്ന് പറയുന്ന 6 ജ്ഞാനം, സമൃദ്ധി, സമ്പത്തി, യശശ്ചൈവ ബലം ഭഗ തേന ശക്തിർഭഗവതി ഭഗരൂപജസാത് സദാ. ഇത് 6 ഭഗങ്ങള എന്ന് പറയുന്നത്. ഇതാറും ഉള്ളതുകൊണ്ട് ശക്തി ഭഗവതിയാണ്. ഭാഗവത മഹാപുരാണത്തിലും ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാനവിജ്ഞാനയോർയുക്ത ഷണ്ണാം ഭഗമിധീരിത എന്നവിടെ പറഞ്ഞു. ഈ 6 ഭഗങ്ങളും ഉള്ളതുകൊണ്ട് ഭഗവാൻ, ഈ 6 ഭഗങ്ങളും ഉള്ളതുകൊണ്ട് ഭഗവതി. അങ്ങനെയുള്ള ഭഗവതി സദാ ഭഗരൂപ തന്നെയാണ്. ആ ദേവിയോട് സദാ ചേർന്നിരിക്കുന്നത് കൊണ്ടാണത്രേ പരമാത്മാവ് ഭഗവാൻ ആണ് എന്ന് പറയുന്നത്. ആ ഭഗവാൻ സ്വ ഇച്ഛാമയനും സ്വകാരനും നിരാകാരനുമാണ്. തേജോമയവും നിരാകാരവുമായ ഭാവത്തെയാണ് യോഗികൾ സദാ ധ്യാനിക്കുന്നത്. അതാണ് പരബ്രഹ്മമെന്നും അവർ പറയുന്നത്. സച്ചിദാനന്ദനും ഈശ്വരനും അദൃശ്യനും സകലതും ദർശിക്കുന്നവനും സർവജ്ഞാനം സർവ്വതിനും കാരണഭൂതൻ സകലതും നൽകുന്നവൻ സർവസ്വരൂപനുമാണ് ഭഗവാൻ എന്ന് വൈഷ്ണവർ വിചാരിക്കുന്നില്ല. തേജസ്വിക്കല്ലാതെ ആർക്കാണ് തേജസ്സുള്ളത് എന്ന് അവർ ചോദിക്കുന്നു. തേജോമണ്ഡലമധ്യസ്ഥനും ബ്രഹ്മതേജോമയനും പരനും സ്വ ഇച്ഛാമയനും സർവസ്വരൂപനും സർവകാരണനും അത്യന്തം സുന്ദര സ്വരൂപനും കോമള വിഗ്രഹനും നല്ല കിശോരപ്രായവും ശാന്തവും കാന്തിയും സമ്പൂർണമായിരിക്കുന്നവനും പരാത്പരനും ശ്യാമള വിഗ്രഹനും ശരത്കാല മധ്യാഹ്നത്തിൽ വിടർന്നിരിക്കുന്ന താമരപ്പൂവ് പോലെ ശോഭിക്കുന്നവനും അതിമനോഹരനും പീലിത്തിരുമുടിക്കെട്ട് ഉള്ളവനും മാല ചൂടിയവനും അഴകാർന്ന നാസികയുള്ളവനും പുഞ്ചിരി തൂകുന്നവനും മഴകൊള്ളവനും ഭക്താനുഗ്രഹനും കത്തുന്ന തീക്ക് തുല്യം വിശുദ്ധമായ മഞ്ഞപ്പട്ടണിഞ്ഞ ശോഭ ആർന്നവനും നല്ല നീണ്ട ആജാനുബാഹുവും ആ കൈകളിൽ വേണുമുള്ളവനും രത്നഭൂഷണങ്ങൾ അണിഞ്ഞവനും സകലത്തിനും ആധാരഭൂതനും സർവേശനും സർവശക്തി സമന്നതനും വിഭുവും സർവൈശ്വര്യപ്രദനും സർവ സ്വതന്ത്രനും സർവമംഗളകാരനും പരിപൂർണനും സിദ്ധനും സിദ്ധേശനും ഒക്കെയുള്ള ദേവാദിദേവനും സനാതനനും ജന്മം മൃത്യു ജരാവ്യാധി ശോകം ഭീതി എന്നിവ നശിപ്പിക്കുന്നവനും ആയിട്ടുള്ള പരമപുരുഷനായിട്ടാണ് വൈഷ്ണവര് ആ ഭഗവാനെ ഉപാസിക്കുന്നത്, വിഷ്ണുവിനെ ഉപാസിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ സംവത്സരം അദ്ദേഹത്തിന് ഒരു നിമിഷമാണ്. പരമാത്മാവും പരബ്രഹ്മവുമാണ്. അങ്ങനെയുള്ള സ്വരൂപമുള്ള ആ ഭഗവാനെ കൃഷ്ണൻ എന്ന് പറയുന്നു. കൃഷി എന്ന ധാതു ഭക്തിവാചകമാണ്. ന എന്നത് ദാസ്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഭക്തിയുള്ളവർക്ക് ദാസ്യവും പ്രദാനം ചെയ്യുന്നത് ആരാണോ അവരാണ് കൃഷ്ണൻ. കൃ എന്നുള്ളത് സർവത്തെയും സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. നകാരം ബീജമാണ്. അതിനാൽ സർവസൃഷ്ടിക്കും ബീജഭൂതൻ എന്നും കൃഷ്ണനെ പറയാം. സർവസ്രഷ്ടാവായ ആ കൃഷ്ണൻ ആദ്യം ഏകനായി സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിച്ചു. സൃഷ്ടിക്ക് ഉന്മുഖനായ കാലത്തിനാൽ പ്രേരിതനായിട്ടുള്ള ഭഗവാൻ സ്വ ഇച്ഛാമയനായിക്കൊണ്ട് സ്വേച്ഛയാ 2 രൂപത്തിലായിത്തീർന്നു. ഇടത്തെ അംശം കൊണ്ട് സ്ത്രീരൂപവും വലത്തെ അംശം കൊണ്ട് പുരുഷരൂപവും സ്വീകരിച്ചു.
സനാതനനായ അദ്ദേഹം മഹാകാമിയായി അഴകാർന്ന കമനീയമായ കാമാധരയെ ഒന്ന് വീക്ഷിച്ചു. ചന്ദ്രബിംബത്തെ വെല്ലുന്ന നിതംബദ്വയമുള്ളവള്, കദളിവാഴത്തണ്ടിനെ പോലെ അഴകാർന്ന ഉരുദ്വയങ്ങളുള്ളവള്, നല്ല കുവളത്തിൻ കായ്ക്കൊത്ത അഴകാർന്ന പൂമാലയും വരികളും കൃശമധ്യവും കൊണ്ട മനോഹരമായിട്ടുള്ളവള്, അത്യന്തം സൗന്ദര്യമായിട്ടുള്ളവള്, അടക്കം നല്ല പുഞ്ചിരി കടാക്ഷിക്കുന്നവള്, വന്യപോലെ ശുദ്ധമായ പട്ട് ഉടുത്തിട്ടുള്ള രത്നഭൂഷിതയായിട്ടുള്ള തൻ്റെ നിടിലമായ നയനങ്ങൾ കൊണ്ട് ചന്ദ്രകോടികളെ വെല്ലുന്ന കൃഷ്ണൻ്റെ മുഖചന്ദ്രനെ കോരി കുടിക്കുന്നവള്, ഫാലമധ്യത്തിൽ കസ്തൂരിക്കുറിയും അതിന് ചുവട്ടിലായി ചന്ദനപ്പൊട്ടും അതോടൊപ്പം സിന്ദൂരപ്പൊട്ടും എല്ലാം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള അഴകാർന്നതായിട്ടുള്ള ചുരുണ്ട കാർക്കൂന്തല്, പിച്ചക പൂമാല ചൂടി, രത്നം, ഇന്ദ്രനീലം മുതലായവയൊക്കെ കൊണ്ട് നിർമ്മിച്ച നിർമ്മലമായിട്ടുള്ള മാല ധരിച്ചുകൊണ്ട് കോടിചന്ദ്രന്മാരുടെ പ്രകാശശോഭയുള്ളവളായിട്ട്, രാജഹംസത്തിൻ്റെയും ഗജത്തിൻ്റെയും ഗർവത്തെ അടക്കുന്നവളായിട്ട് ഇരുന്ന് അവളെ കണ്ട് രാസേശൻ രാസമണ്ഡലത്തിൽ